നമസ്കാരം. ജാതക കഥകളിലെ 80-ാമത്തെ കഥ ബ്രാഹ്മണ പത്നി. കാശി രാജ്യത്ത് ഒരു ബ്രാഹ്മണനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ ചീത്ത നടപടിക്കാരിയായിരുന്നു. ബ്രാഹ്മണൻ പുറത്തേക്കെങ്ങാൻ പോയാൽ അവൾ ജാരനെ വിവരമറിയിക്കും. ഉടനെ അവൻ അവളുടെ വീട്ടിലെത്തും. ഇതായിരുന്നു പതിവ്. ഒരിക്കൽ ബ്രാഹ്മണൻ പുറത്തേക്ക് പോയതറിഞ്ഞ ജാരൻ അവളുടെ വീട്ടിലെത്തി. വന്നപാടെ എന്തെങ്കിലും ആഹാരം വേണമെന്ന് അയാൾ ആവശ്യപ്പെട്ടു. അവൾ ഉടൻ തന്നെ ചോറും കറികളും പാകം ചെയ്ത് ചൂടോടെ വിളമ്പിക്കൊടുത്തു. ഭർത്താവ് വരുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് വാതിൽക്കൽ കാവൽ നിന്നു. ഈ സമയം ഭിക്ഷ യാചിച്ചുകൊണ്ട് നടന്ന ബോധിസത്വൻ അവിടെ എത്തി. ഒരാൾ ഭക്ഷണം കഴിക്കുന്നത് കണ്ട് അയാൾ കഴിച്ചു കഴിഞ്ഞാൽ തനിക്കും എന്തെങ്കിലും ആഹാരം കിട്ടുമെന്ന് കരുതി അവിടെ കാത്തു നിന്നു. അപ്പോഴേക്കും അവളുടെ ഭർത്താവ് തിരിച്ചെത്തി. അയാൾ വരുന്നത് കണ്ട് അവൾ ഓടി അകത്തുപോയി ജാരനെ കലവറയിൽ ഒളിപ്പിച്ചു. പിന്നെ ഭർത്താവിന് കാല് കഴുകാൻ വെള്ളവുമായി ഉമ്മറത്തെത്തി. കൈകാലുകൾ കഴുകി ശുദ്ധമായി വന്ന ഭർത്താവിനെ ഊണ് കഴിക്കാൻ ഇരുത്തി. ജാരൻ ഉണ്ടുകൊണ്ടിരുന്ന പാത്രത്തിലെ തണുത്ത ചോറിന് മുകളിൽ കുറച്ച് ചോറ് കൂടി വിളമ്പിയാണ് അവൾ ഭർത്താവിന് കൊടുത്തത്. അടിയിൽ തണുത്ത ചോറാണെന്ന് അയാൾക്ക് മനസ്സിലായി. അയാൾ ചോദിച്ചു, "ഈ ചോറ് അടിയിൽ തണുത്തതും മുകളിൽ ചൂടുള്ളതുമാണല്ലോ, എന്താ കാര്യം?" ഭർത്താവിൻ്റെ ചോദ്യം കേട്ട് അവൾ പതറിപ്പോയി. അയാൾ ചോദ്യം ആവർത്തിച്ചു. അവൾ ഒന്നും പറയാതെ നിശബ്ദയായി നിന്ന് പരിങ്ങി. ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന ബോധിസത്വന് കാര്യം മനസ്സിലായി. അദ്ദേഹം ആലോചിച്ചു, ഇവൾ ഭർത്താവിനെ വഞ്ചിച്ച് കാമുകനെ സൽക്കരിക്കുകയായിരുന്നു. ഞാൻ കണ്ട കാര്യം പറയുക തന്നെ വേണം. ബോധിസത്വൻ നടന്ന കാര്യമെല്ലാം ബ്രാഹ്മണനോട് പറഞ്ഞു. അയാളുടെ കലവറയിൽ കടന്ന് ജാരനെ പിടിച്ച് പുറത്തിറക്കി തൂണിൽ കെട്ടിയിട്ടു. മറ്റൊരു തൂണിൽ ഭാര്യയെയും. പിന്നെ 2 പേർക്ക് നല്ല കണക്കിന് കൊടുത്തു. ശകാരവും തല്ലും. ഇനി ഒരിക്കലും തെറ്റ് ചെയ്യാതിരിക്കത്തക്കവണ്ണം. നന്ദി.